നമസ്കാരം. നമ്മളിന്നിവിടെ ഒരു പൂഞ്ഞാറ് സ്വദേശിക്ക് വേണ്ടിയുള്ള ഒരു ബയോഡേറ്റയായിട്ടാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. പുള്ളിയുടെ പേര് രാജേഷ് ടി രാജൻ എന്നാണ്. പുള്ളിക്ക് ഏജ് 35 വയസ്സുണ്ട്. പ്ലേസ് പൂഞ്ഞാറ്. ഹൈറ്റ് 5.8 ആണ്. കളറ് നോർമൽ ഫെയർ ആണ്. പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ആണ്. ഫസ്റ്റ് മാരീഡ് ആണ്. 35 ഏജ് ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഫസ്റ്റ് മാരീഡ് ആണ്. 10ാം ക്ലാസ് ആണ് പുള്ളിക്കാരുടെ യോഗ്യത. എങ്കിലും പുള്ളിക്കാരൻ ഈരാറ്റുപേട്ടയിൽ ഒരു സ്ഥലത്താണ് ഡ്രൈവിങ് ചെയ്യുന്നത്. സ്ഥിരം വർക്കുള്ളതാണ്. പുള്ളിക്ക് കണ്ടിന്യൂ ഡ്രൈവിംഗ് വർക്ക് കിട്ടുന്ന സ്ഥലമാണത്. അതുകൂടാണ്ട് പുള്ളിക്ക് മഴയായാലും വെയിലായാലും എന്തായാലും ഡ്രൈവിംഗ് ഉണ്ടായിരിക്കും. ഫിക്സ്ഡ് വരുമാനമുള്ളതാണ്. മാസം 10-25 രൂപ അടുപ്പിച്ച് സാലറി കണ്ടിന്യൂ കിട്ടുന്ന ജോലിയാണ്. പുള്ളി ക്രിസ്ത്യൻ വിഭാഗത്തിൽ RCയിൽ പെട്ടതാണ്. അപ്പം RCയിലുള്ള കോട്ടയം സ്വദേശികൾ, അനുബന്ധ ജില്ലകളിലൊക്കെ ഉള്ളവർ പുള്ളിക്കാരനെ കോണ്ടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുള്ളിക്ക് 4 മകം എന്നാണ് പറയുന്നത്. അത് നോക്കുന്ന താല്പര്യമില്ല ഇല്ലാത്തവരും വിഷയമല്ല. അതുപോലെ തന്നെ പുള്ളിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ സിസ്റ്ററിൻ്റെ മാരീഡൊക്കെ കഴിഞ്ഞതാണ്. ഫാദർ ഡ്രൈവിങ് തന്നെയാണ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ 22 സെൻറ്റോളം വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലുള്ളവർ. അപ്പം സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഒക്കെ ഉള്ള ഒരിതാണ്. പുള്ളിക്ക് ഡിമാൻഡ്സോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. വീട്ടിൽ ഒരു അടങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളോ ബ്രദേഴ്സോ ഫ്രണ്ട്സോ ആരായാലും പ്രൊഫൈലൊക്കെ കാണുമ്പോൾ ഇവർക്ക് അനുയോജ്യമായ രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുക. പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയെ താല്പര്യമുള്ളവർ പുള്ളിയെ കോണ്ടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുള്ളിയുടെ RC എന്ന് പറയുമെങ്കിലും ക്രിസ്ത്യനിൽ ഏതും എടുക്കും എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കി താല്പര്യമുള്ളവർ വിളിക്കുക പുള്ളിക്കാരനെ. അപ്പം നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. പ്രൊഫൈൽസ് നമ്മൾ കൂടുതൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഗുണമുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണമുള്ളൂ. നിങ്ങളുടെ ഓരോ പ്രൊഫൈലും പലരുടെയും അടുത്ത് എത്തണം. എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വിവാഹം അവിടുന്ന് സാധ്യമാകത്തുള്ളൂ. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളുടെ വീഡിയോസ് പലയിടത്ത് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പല ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കിത് കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ മാക്സിമം താല്പര്യമുള്ള ഈ പുള്ളിക്കാരനെ കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ.